ഉണ്ടായിരിക്കുന്നു. നാളെ പ്രഖ്യാപനം എന്നുള്ളതാണ് അല്പസമയം ജയറാം രമേശ് പറഞ്ഞത്. എന്തായാലും ഇന്നത്തെ ആകാംക്ഷയ്ക്ക് അറുതിയാവുന്നുണ്ട്. ഇന്നെന്തായാലും തീരുമാനം ഉണ്ടാവുന്നില്ല എന്ന കാര്യത്തിൽ ഫൈനൽ സ്ഥിരീകരണം നാളെയാണ് തീരുമാനം ഉണ്ടാവുക. നാളെ ഏത് വഴിക്കാ തീരുമാനം ഉണ്ടാവുന്ന കാര്യം അറിയില്ല. വിനിത വിജയായിരുന്നു. വിനിത, പ്രഖ്യാപനം നാളെയാണ്. ഏത് വഴിക്കോ ഏത് രീതിയിലാണ് പ്രഖ്യാപനം എന്ന് വ്യക്തമായോ വിനിത? ഹാഷ്മി, പ്രഖ്യാപനം നാളെ എന്നാണ് അദ്ദേഹം അറിയിച്ചിരിക്കുന്നത്. അത് ഒരുപക്ഷെ ഒരു വാർത്താ സമ്മേളനമോ അല്ലെങ്കിൽ അത്തരത്തിലേക്കുള്ള ഒരു മാധ്യമങ്ങളെ നേരിട്ട് കണ്ടുകൊണ്ടൊരു വാർത്താ സമ്മേളനമാണെങ്കിൽ അത് സംബന്ധിച്ചുകൊണ്ടുള്ള സമയം അത് പിന്നീട് അറിയിച്ചേക്കുമെന്ന് കൂടിയാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഏതാണെങ്കിലും നാളെ പ്രഖ്യാപനം ഉണ്ടായേക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നമ്മളിപ്പോഴും മല്ലികാർജ്ജുൻ ഖർഗെയുടെ വസതിക്ക് മുൻപിലാണുള്ളത്. ഒന്ന് പുറത്തേക്കിറങ്ങി മല്ലികാർജ്ജുൻ ഖർഗെയുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ജയറാം രമേശ് പുറത്തേക്കിറങ്ങി മാധ്യമങ്ങളെ കണ്ട് പ്രഖ്യാപനം നാളെ ഉണ്ടാകുമെന്ന് അറിയിച്ച് അദ്ദേഹം തിരികെ വീണ്ടും മല്ലികാർജ്ജുൻ ഖർഗെയുടെ വസതിയിലേക്ക് കയറിയിരിക്കുകയാണ്. അദ്ദേഹം ഇപ്പോഴും ഇവിടെ തന്നെ തുടരുകയാണ്. നമ്മൾ ഇവിടെ അദ്ദേഹത്തിന്റെ വസതിക്ക് മുൻപിൽ തന്നെയാണ് ഉള്ളത്. നാളെ പ്രഖ്യാപനം ഉണ്ടാകുമെന്ന് സ്ഥിരീകരിച്ചിരിക്കുന്നു. ഈ മണിക്കൂറുകളോളം നീണ്ട ചർച്ചകൾ, അതിനുശേഷം രാഹുൽ ഗാന്ധി ഖർഗെയുമായി കൂടിക്കാഴ്ച നടത്തി അദ്ദേഹം മടങ്ങിയിരിക്കുന്നു. അതായത് ഒരു അന്തിമ തീരുമാനത്തിലേക്ക് എത്തിയെന്ന് തന്നെ നമുക്ക് പറയാം. എല്ലാ ചർച്ചകളും പൂർത്തിയായി എന്ന് അദ്ദേഹം പറഞ്ഞിരിക്കുന്നു. അന്തിമ തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നു. എല്ലാ ചർച്ചകളും പൂർത്തിയാക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ കാത്തിരുന്ന ആ നിമിഷത്തിലേക്ക് ആരാണ് മുഖ്യമന്ത്രി എന്നാണ് അറിയേണ്ടത്. അത് നമുക്ക് നാളെ അറിയാൻ കഴിയുമെന്നാണ് ജയറാം രമേശ് വ്യക്തമാക്കിയിട്ടുള്ളത്. നാളെ പ്രഖ്യാപനം നാളെയാണ്. എല്ലാ ചർച്ചകളും പൂർത്തിയാക്കിയിട്ടുണ്ട് എന്നാണ് അദ്ദേഹം ഈ നിമിഷത്തിൽ മാധ്യമങ്ങളോട് സംസാരിച്ചിരിക്കുന്നത്. താങ്ക് യു വിനീത വി ജി. എന്തായാലും ഖർഗെയുടെ വസതിയിൽ നിന്ന് ഒരു വിവരം നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ചർച്ചകളെല്ലാം പൂർത്തിയാക്കി ഇനി പ്രഖ്യാപിച്ചാൽ മതി. അത് നാളേക്ക് മാറ്റിവെച്ചിരിക്കുകയാണ്. അപ്പോൾ അതായത് മെയ് 14 നാളെ വ്യാഴാഴ്ചയാണ്. നാളെ അറിയാം കേരളത്തിൻ്റെ അടുത്ത മുഖ്യമന്ത്രി ആരാണ്. കെ സി വേണുഗോപാലാണോ, വി ഡി സതീശനാണോ, അതല്ല രമേശ് ചെന്നിത്തലയ്ക്കാണോ, ഇവരിൽ ആർക്കാണ് ഈ അപാകതയും കിട്ടുക എന്ന് നമുക്ക് നാളെ മാത്രമേ അറിയാൻ കഴിയൂ. അത് ഡൽഹിയിൽ പ്രഖ്യാപിക്കുമോ കേരളത്തിൽ പ്രഖ്യാപിക്കുമോ എന്ന കാര്യത്തിൽ ഉറപ്പില്ല. ആ കാര്യത്തെക്കുറിച്ച് പ്രഖ്യാപനമുണ്ടായില്ല. ഇത്ര നേരവും വാർത്താലേഖകർ മുഴുവൻ ഖർഗെയുടെ വസതിക്ക് മുന്നിൽ കാത്തു നിൽക്കുകയായിരുന്നു. വളരെ ആകാംക്ഷാഭരിതമായ നിമിഷങ്ങളായിരുന്നു കടന്നുപോയത്. ഏറ്റവും അവസാനം ജയറാം രമേശ് അക്കാര്യം പ്രഖ്യാപിച്ചു. നാളെയായിരിക്കും ഈ പ്രഖ്യാപന തീയതി എന്ന്. ദിലീപ് കുമാർ കുറിച്ച് ദിലീപ്, എന്തായാലും ഇതുവരെ അങ്ങനെ ഒരു ഒഫീഷ്യൽ ഏതെങ്കിലും ഒരു വേർഡ് ഉണ്ടായിട്ടില്ല. നാളെ പ്രഖ്യാപനമൊന്നോ ഇന്ന് പ്രഖ്യാപനമൊന്നോ ചർച്ച നടക്കുന്നോ ഒന്നും പറഞ്ഞിട്ടില്ല. ഇതാദ്യമായാണ് ജയറാം രമേശ് ഒഫീഷ്യലി പറയുന്നു ചർച്ചകൾ അക്കാര്യത്തിൽ പൂർത്തിയായിരിക്കുന്നു, ചർച്ചകളിൽ ഒരു തീരുമാനമുണ്ടായിരിക്കുന്നു, ആ തീരുമാനത്തിന്റെ പ്രഖ്യാപനം നാളെ. അല്ലേ ദിലീപ്? ഈ കേരള മുഖ്യമന്ത്രി ആരാണെന്നറിയാനുള്ള കാത്തിരിപ്പ് വീണ്ടും ഒരു ദിവസം കൂടി നീളുകയാണ്. 11ാം നാളിൽ കേരളത്തിനൊരു മുഖ്യമന്ത്രിയെ കിട്ടുമെന്ന പ്രതീക്ഷ ഇപ്പോഴും കേരളീയർക്കുണ്ട്. കാരണം കോൺഗ്രസിന്റെ ജനറൽ സെക്രട്ടറി, AICC ജനറൽ സെക്രട്ടറി, മാധ്യമ വിഭാഗത്തിന്റെ ചുമതലക്കാരനായ ജയറാം രമേശ് ഇപ്പോൾ AICC അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പുറത്തെത്തി മാധ്യമപ്രവർത്തകരെ അറിയിച്ചിരിക്കുന്നത് കേരള മുഖ്യമന്ത്രിയെ സംബന്ധിച്ച ചർച്ചകൾ പൂർത്തിയായിട്ടുണ്ട്, പ്രഖ്യാപനം നാളെ എന്നാണ്. ഇത് കേരള ജനതയ്ക്ക് മേൽ 102 സീറ്റ് നൽകിയ കേരള ജനതയ്ക്ക് മേൽ ഇത്രയേറെ ആകാംക്ഷയോടുകൂടി മുഖ്യമന്ത്രി സ്ഥാനത്തിനുള്ള അത്തരം ആകാംക്ഷയോടെയുള്ള കാത്തിരിപ്പ്, കോൺഗ്രസ് പ്രവർത്തകർക്ക് ആകാംക്ഷയോടുള്ള കാത്തിരിപ്പ് ഇങ്ങനെ ഒരു തീരുമാനമെടുക്കുന്നതിലേക്ക് നീട്ടിക്കൊണ്ടു പോകണമോ എന്ന ചോദ്യം മാത്രമാണ് ഇപ്പോൾ പല തലങ്ങളിൽ നിന്നും ഉയരുന്നത്. കോൺഗ്രസ് ഹൈക്കമാൻഡ് ഇന്നും ആ തീരുമാനം പ്രഖ്യാപിക്കാതെ ഒരു രാത്രി കൂടി ബാക്കി വെച്ചിരിക്കുകയാണ് നാളത്തേക്ക് ഈ തീരുമാനം പ്രഖ്യാപിക്കുന്നതിനായി. അങ്ങനെ നീട്ടിക്കൊണ്ടു പോകണമോ എന്ന ചോദ്യം ഇതിനകം തന്നെ ഘടകകക്ഷികൾ തന്നെ പരസ്യമായി അവരുടെ നേതാക്കൾ രംഗത്തെത്തി ചോദിച്ചതാണ്. ഇപ്പോഴും പക്ഷേ കോൺഗ്രസ് നേതൃത്വം ഏതായാലും ചർച്ചകൾ പൂർത്തിയാക്കിയെന്ന് ആദ്യമായി പറയുന്നു, നാളെ പ്രഖ്യാപനമെന്ന് ആദ്യമായി പറയുന്നു. ആ നിലയിലുള്ള പ്രതികരണം മാത്രമാണ് കേരളീയരെ സംബന്ധിച്ച്, UDFനെ വോട്ട് ചെയ്തവരെ സംബന്ധിച്ച് ആശ്വാസത്തിന് വകയായിട്ടുള്ള കാര്യം. പക്ഷേ കോൺഗ്രസ് നേതൃത്വം ഇങ്ങനെ വലിച്ചു നീട്ടിക്കൊണ്ട് പോകുന്നത്, തീരുമാനങ്ങൾ എടുക്കുന്നതിൽ അത് ആ ഒരു കാര്യത്തിൽ കോൺഗ്രസ് ഹൈക്കമാൻഡ് അത്തരത്തിൽ എല്ലാ പ്രശ്നങ്ങളും ഒരുപക്ഷെ കോൺഗ്രസ് ഹൈക്കമാൻഡിന് പറയാൻ ന്യായങ്ങൾ ഉണ്ടാകാം. പല തലത്തിലുള്ള വിഷയങ്ങൾ നോക്കേണ്ടതുണ്ട്, ഈ നേതാക്കളെ അനുനയിപ്പിക്കേണ്ടതുണ്ട്, പ്രവർത്തകരെ അനുനയിപ്പിക്കേണ്ടതുണ്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെ. പക്ഷേ വോട്ട് ചെയ്ത ജനത അതിൻ്റെയൊന്നും കാര്യങ്ങൾ, അതിൻ്റെയൊന്നും ഭാരം അത് വഹിക്കേണ്ടവരല്ല. കേരളത്തിനൊരു മുഖ്യമന്ത്രിയെയാണ് കേരള ജനത കാത്തിരിക്കുന്നത്. ആ കേരള ജനതയ്ക്ക് കേരള മുഖ്യമന്ത്രിയെ സമ്മാനിക്കാൻ ഇനിയിപ്പോൾ ഒരു രാത്രി കൂടി കാത്തിരിക്കേണ്ടി വരും. നാളെയാണ് കോൺഗ്രസ് ഹൈക്കമാൻഡ് ഈ കാര്യത്തിൽ തീരുമാനം പ്രഖ്യാപിക്കാൻ പോവുക. ഞാൻ സുലു UK ആണ്, ഡെലിവറി ആകാൻ വെയിറ്റ്, മുഖ്യമന്ത്രി ആകാൻ ഹോസ്പിറ്റലിൽ പോകാൻ പറ്റുമോ ചോദിക്കുക. മാത്രമല്ല നാളെ പ്രഖ്യാപിക്കൂ എന്നുണ്ടെങ്കിൽ അവർക്ക് കുറച്ചുകൂടി നേരത്തെ പറയാമായിരുന്നു. എത്ര ആയിരക്കണക്കിന് ആളുകളെയാണ് ഉത്കണ്ഠയുടെ മുൾമുനയിൽ നിർത്തിയത്. ശരിക്കും നമ്മുടെ കേരളത്തിലെ വിവിധ വസതികൾക്ക് മുന്നിൽ, ഓഫീസുകൾക്ക് മുന്നിൽ, റോഡുകളിൽ, ചായക്കടകളിൽ, ടിവിക്ക് മുന്നിൽ
ആയിരക്കണക്കിന് 10,000-കണക്കിന് ആളുകൾ ഈവൻ ലക്ഷങ്ങൾ കാത്തിരിക്കുകയായിരുന്നു. എനിക്ക് തോന്നുന്നത് ഒരുപക്ഷെ ആളുകളെല്ലാം നിരാശരായി ഇറങ്ങിപ്പോയി. നമുക്ക് മനസ്സിലായത് ഏതാണ്ട് 1,26,000 ആൾക്കാർ യൂട്യൂബിൽ നിൽക്കുമ്പോൾ പെട്ടെന്ന് എത്രയാണ് 70,000-ലേക്ക് താന്നു. അത്രയും ആൾക്കാരെ നിരാശ കൊണ്ടാണ് മറുപടിക്ക് വേണ്ടി ജയറാം രമേശ് പറഞ്ഞതോടെ കുറച്ച് ആൾക്കാർ വീട്ടിൽ പോയി. ഇപ്പൊ കിടന്ന് ഉറങ്ങാം. വിദേശ നാടുകളിൽ നിന്നൊക്കെ ആൾക്കാർ ചോദിക്കുന്നുണ്ട്, ഇന്ന് രാത്രി കിടന്ന് ഉറങ്ങാമോ, ഇനി രാത്രിയിലെങ്ങാനും കയറി പ്രഖ്യാപിച്ചോളൂ. അങ്ങനെയൊന്നും ഉണ്ടാകില്ല. എന്തായാലും നാളെ രാവിലെ 14-ാം തീയതി, മെയ് 14-ാം തീയതി വ്യാഴാഴ്ച ആ പ്രഖ്യാപനം വരും. ആരാകും മുഖ്യമന്ത്രി എന്ന് മാത്രമേ ഇനി അറിയാനുള്ളൂ. ടെൻഷൻ മൗണ്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ഉത്കണ്ഠയുടെ പിച്ചാത്തി മുന്നിൽ ആളുകളെ ഇരുത്തിയിട്ടുള്ള സന്ദർഭം ഇനി ഒരു ദിവസം കൂടി മുന്നോട്ട് പോകിയാൽ അത് പണിയാവും. ഇപ്പൊ തന്നെ എല്ലാ ക്ഷമയുടെ നെല്ലിപ്പല ഒടിഞ്ഞു, പല ഒടിഞ്ഞു, പല താഴെ ഇല്ല. അപ്പൊ ആ പലയ്ക്ക് താഴോട്ട് പോയി. ഇപ്പോൾ കാർഗേയുടെ വസതിക്ക് മുന്നിൽ നിന്ന് വിനീത വിജി വീണ്ടും ചേരുന്നു. വിനീത, ഇനിയിപ്പോ അമ്പാല് പറഞ്ഞിട്ട് കാര്യമൊന്നും ഉണ്ടാവൂലല്ലേ? ഇതുവരെ പറഞ്ഞതല്ല അമ്പാല്. തീർച്ചയായും എസ്കേൻ, പക്ഷെ അതിൽ ഒരു കാര്യമുണ്ട്. ഇപ്രാവശ്യം ഒരു സ്ഥിരീകരണമുണ്ട്. നാളെ പ്രഖ്യാപിക്കുമെന്നുള്ളത് അവർ ഔദ്യോഗികമായി തന്നെ അറിയിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഇപ്പോൾ ഉണ്ടാകും, അല്ലെങ്കിൽ നമ്മൾ പറയുന്നത് പോലെ ഇന്ന് ഉണ്ടായേക്കാം, അല്പസമയത്തിനകം നമ്മൾ പ്രതീക്ഷിക്കുന്നു എന്നുള്ളതൊക്കെയാണ്. പക്ഷേ ഇപ്പോൾ ഔദ്യോഗികമായി തന്നെ ഇക്കാര്യത്തിൽ ഒരു സ്ഥിരീകരണം ഉണ്ടായിരിക്കുന്നു. നാളെ പ്രഖ്യാപനം ഉണ്ടാകുമെന്ന് ജയറാം രമേശിന്റെ മാധ്യമങ്ങളെ കണ്ട് വ്യക്തമാക്കിയിട്ടുണ്ട്. പക്ഷേ എവിടെ വെച്ച് ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഇനി അറിയേണ്ടത്. മാധ്യമങ്ങളെ കണ്ട് ഖർഗെയെ കണ്ടതിന് ശേഷം അദ്ദേഹമാണെന്ന് കരുതുന്നു, അദ്ദേഹമല്ല, ഖർഗെയുടെ വസതിയിൽ വന്ന മറ്റൊരു വാഹനമാണ് പുറത്തേക്ക് ഇറങ്ങുന്നത്. അദ്ദേഹം ഇപ്പോഴും, ജയറാം രമേശ് ഇപ്പോഴും ഖർഗെയുടെ വസതിയിൽ തന്നെ തുടരുകയാണ്. അദ്ദേഹം അല്പസമയം മുൻപ് പുറത്തു വന്ന് മാധ്യമങ്ങളെ കണ്ട് പ്രഖ്യാപനം നാളെ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ ഏതാണെങ്കിലും സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇനി അറിയേണ്ടത് എവിടെ വെച്ച് ആ പ്രഖ്യാപനം നടത്തും, അതിന്റെ സമയം ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ്. അത് വൈകാതെ തന്നെ കോൺഗ്രസിന്റെ ഗ്രൂപ്പുകളിൽ നിന്ന് അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നേതാക്കൾ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ മാധ്യമങ്ങൾക്ക് നൽകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഏതാണെങ്കിലും ചർച്ചകളെല്ലാം പൂർത്തിയായിരിക്കുന്നു. അത് നേതൃത്വം തന്നെ വ്യക്തമാക്കുന്നുണ്ട്. ജയറാം രമേശ് അക്കാര്യവും സൂചിപ്പിച്ചിട്ടുണ്ട്. ചർച്ചകളൊക്കെ തന്നെ പൂർത്തിയാക്കി പ്രഖ്യാപനം നാളെ ഉണ്ടാകുമെന്നാണ് അദ്ദേഹം പ്രതികരിച്ചിരിക്കുന്നത്. മല്ലികാർജ്ജുൻ ഖർഗെയുടെ വസതിക്ക് മുന്നിൽ നിന്നുള്ള കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. രാഹുൽ ഗാന്ധി ഇവിടെ എത്തി അന്തിമഘട്ട ചർച്ചകളൊക്കെ പൂർത്തിയാക്കിയിട്ടുണ്ട്. ഏതാണെങ്കിലും ഒരു അന്തിമ തീരുമാനത്തിലേക്ക്, ഈ മൂന്നിൽ മുഖ്യനാര് എന്നുള്ള തീരുമാനത്തിലേക്ക് കോൺഗ്രസ് എത്തിയിരിക്കുന്നു. പക്ഷേ നമുക്കതറിയാൻ നാളെ വരെ കാത്തിരിക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, വിനീത വിജിയാണ് ഖർഗെയുടെ വസതിക്ക് മുന്നിൽ നിന്നും വിവരങ്ങളുമായി ചേർന്നത്. എന്തായാലും നാളെ കേരളത്തിലാണോ ഡൽഹിയിലാണോ ഈ പ്രഖ്യാപനം എന്നറിയില്ല. നമ്മൾ കുറച്ച് മണിക്കൂറുകൾ കൂടി കാത്തിരുന്നേ മതിയാവൂ. ഇത്ര നേരവും നമ്മൾ ഉത്കണ്ഠയുടെ മുൾമുനയിൽ നിൽക്കുകയായിരുന്നു. ഇത്രയും ദിവസങ്ങളായി ദൂഷം എത്ര ദിവസമായി ആഷ്മി? ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.